പെരിയ കഥ சொல்லட்டுமா? ഞാൻ ഈ ഓൺലൈൻ സാധനങ്ങളെ വാങ്ങിയിട്ട് എല്ലാം കൂടെ വാരി കൂട്ടിയിട്ട് കത്തിക്കുമെന്ന് പറയുമ്പോൾ ഒരുമിച്ച് ഇരുന്ന് അൺബോക്സ് ചെയ്യും. ആ സമയമാകുമ്പോൾ ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് ഡേറ്റ് ഒക്കെ തീരും. എന്നിട്ട് ഞാൻ എന്തെങ്കിലും തൃപ്തിക്കുറവുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇരുന്ന് അങ്ങ് ആത്മതൃപ്തി അടയുമെന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്കിത് അത്യാവശ്യം ഓക്കെയാണ്. പിന്നെ ഇതെൻ്റെ അടുക്കളയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. പക്ഷേ എനിക്ക് കണ്ടിട്ട് എനിക്ക് ഇന്ദിരാലിറ്റിയൊക്കെ തോന്നി. എന്നാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് കസ്തൂരിമാനിലെ മീര ജാസ്മിനയുടെ ഓർമ്മ വന്നു കേട്ടോ. പിന്നെ ഈ ഒരു സാധനം ഞാൻ ഫിറ്റ് ചെയ്യാൻ 2 മണിക്ക് എങ്ങാണ്ടാണ് ഇരുന്നത്. 2 മണിയായി, 3 മണിയായി, 4 മണിയായി, 5 മണിയായി, തീരണമില്ല പുല്ല്. എൻ്റെ ഒരുപാട് കിളികളൊക്കെ ഇതിരുന്ന് പറത്തി. 1000 രൂപയ്ക്ക് മേലെയായെങ്കിൽ 1000 രൂപയ്ക്ക് വില കൂലിക്ക് ആളെ നിർത്തി ചെയ്യണതായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ തലയ്ക്കകത്ത് ആൾതാമസമല്ലെന്ന് എനിക്കിത് തുറന്നപ്പോഴാണ് മനസ്സിലായത്. ഇതിലൊരു മാനുവൽ ഉണ്ടായിരുന്നു, അത് നോക്കി ചെയ്തതിന് പെട്ടെന്ന് തീരുമായിരുന്നു. പക്ഷേ ഇത് ഞാനായിട്ട് ചെയ്തപ്പോൾ ആട്ടവും കുലുക്കവും ഒക്കെ ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തീർക്കണമെന്നുള്ള ആക്രാന്തവും ക്ഷമയില്ലായ്മയാണ് എന്നെ കുഴി ചാടിച്ചത്. പക്ഷേ ഇത് ഫിറ്റ് ചെയ്തപ്പോൾ എനിക്ക് എന്തോ വലിയ സന്തോഷമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊന്നും അല്ലടാ, ഞാനിത് ഫിറ്റ് ചെയ്തിട്ട് എനിക്ക് തിരിച്ച് ഊരാൻ പറ്റുന്നില്ല. അതിനുള്ള ബലം പോലും എനിക്കില്ല. എൻ്റെ സകല ബലം കൊടുത്തിട്ട് എൻ്റെ നഖം പോയതല്ലാതെ ഒരു ഉപയോഗമില്ല. പിന്നെ എനിക്കിത് തിരിച്ചെടുക്കാനും വയ്യ. വേർത്ത് കുളിച്ച് പറക്കി വെച്ചത് ഇതെങ്ങനെ ശരിയായെന്നും എനിക്ക് മനസ്സിലായത്. അത് ഓർത്തോർത്ത് ഞാൻ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരുന്നത്. സംഭവം ഇതിനെ മൊത്തം ഇളക്കിയാലേ ഇനി ഒന്നേന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു നടക്കി പോണ ലക്ഷണം ഇല്ല. ഇപ്പം കയറിയിരുന്ന് തന്നെ പപ്പടം ആകുമായിരുന്നു. 4 സൈഡിൽ നിന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചത് അത്യാവശ്യം പെട്ടെന്ന് ടൈറ്റ് ആകുമായിരുന്നു. ഇതൊന്നും അറിയാത്തല്ലേ ഞാൻ എന്തൊക്കെ കിടന്ന് കാണിച്ചെന്ന് അറിഞ്ഞുകൊണ്ടാണ്. ഇതിലൊരു താജ്മഹൽ പണിയുന്നതാണ് കേട്ടോ ഞാനിരുന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു സംഭവമായിരുന്നു. ഇതിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒക്കെ നോക്കിയാൽ അപ്പോഴേ അങ്ങ് ഫിറ്റ് ചെയ്യാനുള്ള എന്തിൻ്റെ കേടായിരുന്നു എന്തോ എനിക്ക്. പിന്നെ എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കൈയും കാലം തളരുന്ന, തല അങ്ങ് പൊട്ടി തെറിയുന്ന പോലെയാണ്. പക്ഷേ ഇത് ഫുള്ള് ശരിയായപ്പോൾ എന്തോ സലിംകുമാറിൻ്റെ മറ്റേ മീമ് പോലെ എഴുന്നേറ്റപ്പോഴും കീറി അങ്ങ് വീണു. പക്ഷേ ഇതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് കണ്ടപ്പോൾ എനിക്ക് അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് എഴുന്നേറ്റ് അടുക്കളയിൽ പോയി വെള്ളം കുടിക്കണമെന്നുണ്ട്, അതിനും പറ്റുന്നില്ല. പിന്നെ എനിക്ക് ചെറിയ വട്ടുകളൊക്കെ തുടങ്ങി, ഞാനത് തനിയെ ചെയ്തല്ലോ എന്നുള്ളത്. പിന്നെ ഞാൻ എന്താ പ്രസംഗിക്കുമ്പോൾ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് ഏതാണ്ട് എൻ്റെ അത്ര ഉയരമുള്ളത് കൊണ്ട് ഞാനിപ്പോൾ കിറങ്ങി വീഴുന്നില്ല. കാരണം ഞാൻ ആഹാരം കഴിക്കുന്നത് ഉരുകിപ്പോണകളി എന്താണ് എനിക്ക് എന്താ വിശന്നിട്ടാണ് എനിക്ക് നിൽക്കുക. എന്നിട്ട് ഞാൻ ഈ കുരിശ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി 2 മണിക്കൂർ കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഏതാണ്ട് പ്രസംഗിക്കാൻ നിൽക്കുമ്പോഴും ഉണ്ട് കണ്ടോ. മഞ്ജു വാര്യർ പാടിയ പാട്ടുണ്ടല്ലോ, അതാണ് എനിക്ക് ഓർമ്മ വന്നത്. മരം നേർത്ത ചില്ലകൾ കുയിലായി പാടിയതായേ അവളുടെ മിഴിയിൽ കരിമഷിയാലെ കനവുകൾ എഴുതിയതായേ. കുഞ്ചി എൻ്റെ ഈ ഒരു ഡേ സക്സസ്ഫുള്ളി വേസ്റ്റഡ് എന്നൊക്കെ പറയാം. ഈ 2 സ്റ്റോറേജ് ബോക്സ് നമ്മുടെ രണ്ടുപേരുടെയും വീട്ടിലിടുന്ന തുള്ളെല്ലാം അടിക്കും പറക്കി വെച്ച ശേഷം എൻ്റെ മനസ്സിങ്ങനെ പാടുകയാണ്. പുളകം കൊണ്ട് നല്ലിലങ്കാറ്റ് തന്നാനന